102 സീറ്റ്, അതായത് ജനം സമ്പൂർണ്ണമായിട്ട് നിങ്ങൾ ഭരിക്കൂ എന്ന് പറഞ്ഞ അധികാരത്തിലേറ്റിയിരിക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത്. 102 സീറ്റ് കൊടുത്തിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരിനെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്ത് വി.ഡി. സതീശനെ പോലൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ നടക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? ആരോഗ്യവകുപ്പ്, അതും കേരളത്തിൽ മഴയാണ്, മഴക്കാലമാണ്. ഇപ്പോൾ വലിയ ശക്തമായിട്ടുള്ള മഴയില്ലെങ്കിലും മഴക്കാലമാണ്. മഴക്കാലം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ രോഗം ഉണ്ടാകുന്ന സാഹചര്യമുള്ള കാലമാണ്. ആരോഗ്യവകുപ്പിന് ഏറ്റവും കൂടുതൽ വലിയ പണിയുള്ള ആരോഗ്യവകുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമായിട്ട് പ്രവർത്തിക്കേണ്ടുന്ന കാലത്ത് 102 സീറ്റ് വാങ്ങിയിട്ട് സമ്പൂർണ്ണ അധികാരത്തോടെ ഇപ്പോൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ആരോഗ്യവകുപ്പിലേക്ക് ഒരു പൗരൻ നോക്കിയാൽ കാണുന്നത് എന്താണ്? ഒരു സീറ്റ്, 2 പേര്, 2 പ്രധാനപ്പെട്ട ഡോക്ടർമാർ. ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഡോക്ടർ റീന, ഡോക്ടർ മീനാക്ഷി, ബഹുമാന്യത അർഹിക്കുന്ന 2 പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ കൂടെ വഹിക്കേണ്ടത്, ഇനി അങ്ങോട്ടും വഹിക്കേണ്ടുന്ന, ഈ കാര്യങ്ങളെല്ലാം ഏകോപിച്ച് കൊണ്ടുപോകേണ്ടുന്ന ചുമതലയുള്ള 2 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമായിട്ടുള്ള ആളുകൾ ഇങ്ങനൊരു കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിപിടിക്കേണ്ടുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത് അവരുടെ കുഴപ്പമാണോ? അല്ല. ഇത് ഡോക്ടർ കെ.ജെ. റീനയുടെ കുഴപ്പമാണോ? അല്ല. ഡോക്ടർ മീനാക്ഷിയുടെ കുഴപ്പമാണോ? അല്ല. അവരെ ഈ പ്രതിസന്ധിയിലേക്ക് ആര് കൊണ്ടുവന്നെത്തിച്ചതാണ്? ആര് കൊണ്ടുവന്നെത്തിച്ചാണ്? കെ മുരളീധരൻ കൊണ്ടുവന്നെത്തിച്ചാണ്. ഈ സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ ഭരണ ചുമതലയിലുള്ള മന്ത്രിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരനാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഈ 2 ഡോക്ടർമാരെയും അത് കാണേണ്ടി വരുന്നൊരു സങ്കടകരമായ സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ജനത, നമ്മളടക്കമുള്ള ആളുകളെയും എത്തിച്ചത്. അതുകൊണ്ട് അതിശക്തമായിട്ടുള്ള എതിർപ്പ് കെ മുരളീധരനെ ഈ നിമിഷത്തിൽ അറിയിക്കുക എന്നാണ് കേരളം ചെയ്യേണ്ടുന്നൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10 വർഷക്കാലം അതിനു മുമ്പും ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അഭിനന്ദിച്ച വകുപ്പ് ഈ ആരോഗ്യവകുപ്പായിരുന്നു, അല്ലേ? രാഷ്ട്രീയമായിട്ട് ശരിയാണ്, കേരളത്തിൽ 10 വർഷമായിട്ട് ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എതിർക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വകുപ്പിനെതിരെ ഏറ്റവും കൂടുതലായിട്ട് വിമർശനങ്ങൾ ഉയരും. ചില സംഭവങ്ങളും ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല. ആ തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ അവിടേക്ക് വന്നു. പക്ഷേ ലോകരാഷ്ട്രങ്ങളടക്കം അംഗീകരിച്ച, ലോകരാഷ്ട്രങ്ങളിൽ പല പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളുടെയും ആരോഗ്യ സംവിധാനങ്ങളുടെ സജീവ ശ്രദ്ധയിലേക്ക് അവരവരുടെ കണ്ണ് നട്ടിരിക്കുന്ന ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലേക്കാണ്. അങ്ങനെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയിലേക്ക് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മാറിയത് ഈ പറയുന്ന മന്ത്രിമാരുടെ വളരെ ഉജ്ജ്വലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടല്ലേ. ഇപ്പോൾ വീണ ജോർജിൻ്റെ കാലത്ത് അങ്ങനെയായിരുന്നു. അതിനു മുമ്പ് കെ ശൈലജയുടെ കാലത്ത് ഈ കോവിഡ് വന്നപ്പോൾ എന്തുമാത്രം വലിയ ഒരു അപ്രീസിയേഷൻ കിട്ടിയ ഒരു സ്ഥലമായിരുന്നു ആരോഗ്യവകുപ്പ്. പ്രതിപക്ഷ നേതാക്കൾ അതിനെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ട് നമുക്കിതൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കണ്ട് എതിർത്തു എന്നല്ലാതെ എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ളിൽ ഇവർ നന്നായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ എല്ലാവരോടും അറിയാം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ലോകശ്രദ്ധയിൽപ്പെട്ട ഒരു സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പിനകത്ത് നിന്ന് ഇപ്പോൾ കാണുന്ന ഈ സാഹചര്യം ഉണ്ടാക്കിയത് ഈ മന്ത്രിയാണ്. അതായത് എന്താണ് കെ.ജെ. റീനയെ, ഇവർക്ക് കെ.ജെ. റീനയെ മാറ്റാം. എങ്ങനെ? കെ.ജെ. റീന കഴിഞ്ഞ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിനോട് ഒരു ഇടതുപക്ഷ സർക്കാരിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു എന്ന ഒരു എതിർപ്പ് അവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയമായിട്ട് അപ്പുറത്ത് ഒരു ചിന്തയുണ്ടായിരുന്ന ആളുകൾ, ഉദ്യോഗസ്ഥർ ആ നിലക്ക് കഴിഞ്ഞ സർക്കാരിനോട് വേണ്ട വിധത്തിൽ ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രം രാഷ്ട്രീയ വിദ്വേഷം ഈ സർക്കാരിന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഉദ്യോഗസ്ഥർ അവരുടെ പണിക്ക് വിട്ട്, പ്രത്യേകിച്ചും ഈ മേഖലയിലൊക്കെ അങ്ങനെ വിടേണ്ടതാണ്. പക്ഷേ എന്നാലും അങ്ങനെ ഒട്ടിച്ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടും പിന്നെ മറ്റും അവരെ വേണമെങ്കിൽ സ്ഥലം മാറ്റാം. ഈ സർക്കാർ വന്നപ്പോൾ എത്ര ആളുകളെ സ്ഥലം മാറ്റി. സർക്കാർ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പേ സ്ഥലം മാറ്റം തുടങ്ങിയെന്നല്ലേ നമ്മൾ അറിഞ്ഞു. അപ്പോൾ സ്ഥലം മാറ്റാം. പക്ഷേ സ്ഥലം മാറ്റുമ്പോൾ എന്താ ഉണ്ടായത്? നമ്മളിപ്പോൾ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? അവർ 15 ദിവസം അവധി ചോദിച്ചു എന്ന ഒരു വ്യാജമായ കാര്യം അവർക്കേറെ പറഞ്ഞു. ഡോക്ടർ കെ.ജെ. ഉത്തരവാക്കി എഴുതി കൊടുത്തു, ഉത്തരവായിട്ട് രേഖയിൽ എഴുതി കൊടുത്തു. അപ്പോൾ നമ്മൾ വസ്തുത നോക്കുമ്പോൾ 2 ദിവസത്തേക്ക് മാത്രമേ അവർ അവധി ചോദിച്ചിട്ടുള്ളൂ. ഈ 2 ദിവസം അവധിയാകുമ്പോൾ തന്നെ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് ഓൺലൈൻ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കാൻ കേട്ടോ എന്നുകൂടെ ആ കാര്യശേഷിയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞതായിട്ടും നമ്മൾ അറിയുന്നു. അപ്പോൾ കള്ളം രേഖയിൽ എഴുതിയിട്ട് രേഖാമൂലമാക്കിയിട്ട് ഈ മന്ത്രിയും വകുപ്പും അവർക്ക് കൊടുത്തു. എന്നിട്ട് അവർ ശബരിമലയ്ക്ക് വേണ്ട സഹായം ചെയ്യുന്നില്ല എന്നൊരു വ്യാജമായ ആരോപണം കൂടെ ഇവർക്കെതിരെ പറഞ്ഞു. പിന്നീട് റിപ്പീറ്റ് ചെയ്യാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന് സാധിച്ചില്ല, ഒന്നുകൂടെ ആവർത്തിക്കാൻ സാധിച്ചില്ല. കാരണം അത് കള്ളമാണ് എന്ന് ആ നിമിഷം തന്നെ വ്യക്തമായി. ഇതിപ്പോൾ കള്ളമെന്നല്ല, വസ്തുതാവിരുദ്ധം എന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ നമ്മൾ കള്ളം എന്ന് തന്നെ പറയണം. ഈ ഒരു ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളം ഉത്തരവിൽ എഴുതി കൊടുത്തു ഈ ആരോഗ്യവകുപ്പ്, ഈ ആരോഗ്യമന്ത്രി വന്നതിൻ്റെ ഒരു 10 ദിവസം കഴിയുന്നതിന് മുമ്പ്. ഇതേ കാര്യം ട്രിബ്യൂണലിൽ മനസ്സിലായതുകൊണ്ടാണല്ലോ, ആദ്യ നോട്ടത്തിൽ മനസ്സിലായതുകൊണ്ടാണല്ലോ ട്രിബ്യൂണൽ പറഞ്ഞു ഇത് റദ്ദാക്കിയ കാര്യം ശരിയായില്ല, ഇവരെ ഒഴിവാക്കിയ കാര്യം ശരിയായില്ല. അങ്ങനെയാണല്ലോ അവരവരുടെ കസേരയിലേക്ക് പോയത്. പക്ഷേ അവിടെ ഡോക്ടർ മീനാക്ഷിയെ കുറ്റപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? പറ്റില്ല. കാരണം അവരോട് സർക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇവരെ ഞങ്ങൾ മാറ്റിയിരിക്കുന്നു, നിങ്ങളാണ് DHS എന്ന്. സ്വാഭാവികമായിട്ട് അവരോട് വന്നിരുന്നു, അവർക്ക് കസേര എഴുന്നേക്കാൻ പറ്റില്ല. കാരണം അവർ പറയുന്നുണ്ട് സർക്കാരാണ് എന്നെ നിയമിച്ചത്, സർക്കാർ എന്നോട് പറഞ്ഞാൽ ഞാൻ മാറാം. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട ആളുകളെ വലിയ ക്രൈസിലാക്കി ആരാണ്? അതായത് ആരാണ് ഈ ക്രൈസിലാക്കിയത്? കെ മുരളീധരൻ ഒരാൾ.